ഹലോ കൂട്ടുകാരെ, ചെമ്മനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് സച്ചി എല്ലാം കേൾക്കല്ലേ, ശ്രുതി എന്തൊക്കെയാണ് പറയണമെന്ന് പുറത്തുനിന്ന് കേൾക്കണം. അപ്പോൾ അവർ അമ്മയെക്കുറിച്ചിട്ട് വല്ലാത്തത് പറയുന്ന സമയത്ത് സച്ചിക്ക് അത് വല്ലാതെ സഹിക്കണില്ല കേട്ടോ. സച്ചി ഉള്ളിൽ കയറിയിട്ട് പറയുന്നുണ്ട്, എന്താ നീ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത്? ഏറ്റവും 3 മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പോലും നിന്നെയാണ് ഇഷ്ടം എന്നൊക്കെ പറയാം. എന്നിട്ട് നീയാണോ ശ്രുതി ഇങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ച് പറയണത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, നിൻ്റെ പൈസയൊന്നും അല്ലല്ലോ, അത് എൻ്റെ അച്ഛൻ അയച്ചു തന്ന പൈസ കൊണ്ടല്ലേ ഞങ്ങൾ ബിസിനസ് തുടങ്ങണമെന്ന് ശ്രുതി സച്ചിയോട് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പൈസ ഞാൻ തന്നിട്ടില്ലെങ്കിലും പക്ഷേ ഇവനെ പ്രസവിച്ചത് എൻ്റെ അമ്മയാണ്, അതുകൊണ്ട് എൻ്റെ അമ്മയുടെ തന്നെ പേരിടണം. ശ്രുതി പൈസ കൊണ്ടേ കളഞ്ഞപ്പോൾ പോലും എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ശ്രുതിയാണ്. അവൻ ഒരു കുറ്റവും പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള അമ്മേനെയാണോ നീ തള്ളിക്കളയണമെന്നൊക്കെ ശ്രുതിയോട് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് സച്ചിടി രേവതയുടെ 1ാം വിവാഹ വാർഷികമാണ് കേട്ടോ. അതിന് മുത്തശ്ശി വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അത് സച്ചി മറന്നിരിക്കുകയാണ് 1ാം വിവാഹ വാർഷിക. അപ്പോൾ സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് രേവതി. ആ ദേഷ്യമൊക്കെ കളയാൻ വേണ്ടിയിട്ട് സച്ചി പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് രേവു, നാളെയാണ് നിൻ്റെ വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതീനെയൊക്കെ നല്ല സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശി വരുന്നുണ്ട്, ഇപ്പോൾ വിവാഹ വാർഷിക ആഘോഷിക്കാൻ മുത്തശ്ശിയും വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സന്തോഷത്തിലാണ്. വാർഷിക ആഘോഷിക്കാനുള്ള സന്തോഷത്തിലാണ് കേട്ടോ. കേക്കൊക്കെ ഉണ്ട്, വലിയ കേക്കൊക്കെ വാങ്ങി എല്ലാവരും മുറിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും രേവതി നല്ല ഡ്രസ്സിലൊക്കെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം വിവാഹ വാർഷിക ആരെങ്കിലും മുടക്കുമോ എന്തോന്നൊക്കെ നമ്മളിനി വരുന്ന എപ്പിസോഡുകൾ കാണാം. ഇതുപോലെയുള്ള ചെമ്മനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.